ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉണർന്നു, ചേട്ടായുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. പുള്ളിക്കാരൻ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉറക്കത്തിലായി. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പിന്നെ എനിക്ക് ഉറക്കമൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആണെങ്കിൽ നല്ല കൂതറ കോലത്തിൽ ഞാൻ എന്നെ കാണിച്ചത്. അപ്പോൾ മീൻകാരനെ കണ്ടു കേട്ടോ. പുള്ളിക്കാരൻ്റെ ഗൂഗിൾ പേ ഇല്ലായിരുന്നു, അതൊരു കുഴപ്പമാണ്. എന്നാലും മീനൊക്കെ അയല മീൻ കിട്ടി കേട്ടോ. അമ്മ എഴുന്നേറ്റു, അമ്മ അയല മീൻ വെട്ടി അത് വറുത്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ സുഖമാണ്, എല്ലാം അമ്മ നോക്കിക്കോളും. അവിടെ ആണെങ്കിൽ നമ്മൾ പണിയെടുക്കണം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരി നല്ല പൊട്ടറ്റോ കറിയാണ് കേട്ടോ. അതുകൊണ്ട് ചൂടായിട്ട് നല്ല കിടിലം പൂരി മസാല കഴിക്കാം, പങ്ക് ഞങ്ങൾ എടുത്തോളാം എന്ന് കേട്ടിട്ടില്ലേ? അതേ സംഭവം തന്നെ. അപ്പോൾ പൊട്ടറ്റോ കറിയും പൂരിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം നിങ്ങൾ കുറച്ച് പേര് ഒന്ന് സംശയം ചോദിക്കും, അപ്പോൾ ചേട്ടാ ഏത് ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്? പുള്ളിക്കാരൻ രാവിലെ കഴിക്കുന്നതുകൊണ്ട് തന്നെ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ദോശയൊക്കെ കഴിച്ച് ഇനി പൂരി കഴിക്കുന്നത് ആഫ്റ്റർനൂൺ എണീച്ചതിന് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ചല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് ഒരു ഹോട്ട് ടോപ്പിക്കാണ്, ബോഡി ഷേമിങ്. അപ്പോൾ എനിക്കതിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മെലിഞ്ഞിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മെഡിക്കൽ റീസൺസ് ബേബിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഹോർമോണൽ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മെറ്റബോളിസം ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഒരു 2500 കാലറി കഴിക്കുമ്പോൾ ഞാൻ ഒരു മാക്സിമം 1500 ആയിരിക്കും കഴിക്കുന്നത്. മോസ്റ്റ് ഓഫ് 1000 കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നാലും നമുക്ക് വണ്ണം പെട്ടെന്ന് വെക്കും, കുറയുന്നത് അതുപോലെയൊക്കെ തന്നെ കേട്ടോ. പക്ഷെ നമുക്ക് ഈ സാധാരണ എല്ലാവർക്കും ഈ കുറയുന്ന റേറ്റിനെ കാട്ടി ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മോട്ടിവേഷനൊക്കെ അങ്ങ് പോകും. അപ്പോൾ ചെയ്തൊരു മോട്ടിവേഷൻ പോവും, വീണ്ടും നിർത്തും, വീണ്ടും പോവും, വീണ്ടും നിർത്തും. അങ്ങനത്തെ ഒരു ഏർപ്പാടാണ് എൻ്റെ കാര്യം. പിന്നെ അപ്പം നമുക്കുള്ള ഒരാളെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് അവരുടെ സിറ്റുവേഷൻ എന്താന്ന് പോലും നമുക്ക് അറിയത്തില്ല. ബട്ട് വി ജസ്റ്റ് സിംപ്ലി കമന്റ്, എനിക്ക് വണ്ണം വെച്ചല്ലോ. അപ്പോൾ എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഇത് എൻ്റെ വീടാണ് കേട്ടോ, വെളിയും. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ വീട്ടിൽ വരുന്നത് കൊണ്ടല്ല, ഈ നാട്ടുകാരെ നമ്മളെ പണ്ട് കണ്ടവര് പെട്ടെന്ന് നമ്മളെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ വണ്ണം വെച്ചെന്ന് പറഞ്ഞിട്ട് അവര് അയ്യോ നമുക്ക് എന്ത് പറ്റി അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കതൊരു മനസ്സിന് ഒരുമാതിരിയാണ്. അപ്പോൾ ഒബിയസ്ലി എല്ലാ വണ്ണമുള്ളവർക്കും അവർക്കറിയാം അപ്പോൾ വണ്ണം ഉണ്ടാകും. സോ നമുക്കിങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് റിലേറ്റീവ്സ് ആയാലും നാട്ടുകാരായാലും എല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോൾ, ചിലവരാണെങ്കിൽ ഞാനൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടാൽ അതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അതിൻ്റെ ആവശ്യം എന്താണെന്ന് ഈ പറയുന്നവർക്ക് പണ്ട് ഉള്ള വയസ്സിൻ്റെ അതേ ഫീച്ചേഴ്സ് ആണോ ഇപ്പോഴും ഉള്ളത്? എനിക്ക് അവർ മണ്ണം വെക്കുകയും മണ്ണം കുറേ ഒന്നും ചെയ്യില്ലേ, അങ്ങനെയൊന്നും ഇരിക്കുമോ? അതെനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ഫസ്റ്റ് ആദ്യം അവരവരുടെ കാര്യം നോക്കുക. നിങ്ങളൊരു 6 pack ആപ്പൊക്കെ വെച്ചിട്ട് എന്നിട്ട് നാട്ടിലെ കുറ്റം പറയാൻ പോകുന്നത് അല്ലെങ്കിൽ വേണ്ട. ജസ്റ്റ് ഫിറ്റ് ആയിരുന്നിട്ട് വേണം നമ്മൾ ഇന്നൊരാളെ പറയാൻ. അവർക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്. പണ്ട് 15-ാം വയസ്സിൽ എന്നെ കണ്ടിട്ട് ഇപ്പോൾ വന്നിട്ട് എൻ്റെ 34-ാം വയസ്സിൽ എന്നെ പറഞ്ഞ് അത് ഡിഫറെൻ്റ് അല്ലേ. എത്ര വയസ്സിനനുസരിച്ച് ആൾക്കാർക്ക് ബോഡി ചേഞ്ചസ് ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, അവരുടെ ലിവിങ് കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ ചേഞ്ച് ആവണ്ടേ, നമ്മൾ ഒരേപോലെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ കമൻറ്റ് പറയാം. അപ്പോൾ കൺസേൺ ആയിട്ടൊന്നും അല്ല, ഒരു കാര്യമില്ല. അയ്യോ എന്ത് പറ്റി അങ്ങനെ ഇതേ വണ്ണം കുറഞ്ഞ പറയും, കെട്ടിച്ചോണ്ട് പോയ വീട്ടിൽ അങ്ങ് ബുദ്ധിമുട്ടല്ലേ, എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, മനസ്സമാധാനം ഇല്ലെന്ന് തോന്നുന്നു. ലൈക്ക് വണ്ണം കുറഞ്ഞ് കൂടിയിരുന്ന അതിന്, അപ്പോൾ കുറഞ്ഞിരുന്നാൽ കൂടിയിരുന്നാൽ ആൾക്കാരൊക്കെ പറയും ഒരു വല്ലാത്ത ഒരിതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് നമുക്കൊരു ഡിസ്റ്റർബൻസാണ്, ഒരു നെഗറ്റീവ് എനർജിയാണ്. അവരവരുടെ കാര്യം കൂടെ നോക്കുക, അവരവരുടെ ശരീരത്തിന്. ഇപ്പൊ പിന്നെ ആക്ച്വലി കുറെ പേര് മാറിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ ബോഡി ഷേമിങ് എന്നൊക്കെ പറഞ്ഞൊരു വിവരം വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. കുറച്ചൊക്കെ വിവരം വെച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് ഇങ്ങനെ. ബട്ട് സ്റ്റിൽ അതേ പൊട്ടക്കിണറ്റിൽ തവളകളായിട്ട് കുറച്ച് പേരുണ്ട്, ഒരു മാറ്റമില്ല. വീട്ടിലായിട്ട് എന്താ കാര്യം എന്തൊക്കെ കുറ്റം പറയാം, ഇങ്ങനത്തെ തോട്ട് കൊണ്ട് മാത്രം നടക്കുന്ന കുറച്ച് പേരുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അവരൊക്കെ പൊടിച്ച് ഒന്ന് വെളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ടില്ല. അപ്പം വിചാരിച്ച് നിങ്ങളടുത്തൊന്ന് സംസാരിച്ചു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്.
ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാൻ സെക്കൻഡ് ഷിഫ്റ്റ് എടുത്തിരിക്കുകയാണ്. രാവിലെ ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലക്കിക്ക് ഇന്ന് ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ അതിൻ്റെ മരുന്നൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇനി അവനെ കൊണ്ട് കൊണ്ട് ചേട്ടായി ജോലി കഴിഞ്ഞ് ഉറങ്ങുന്നുണ്ട്, പുള്ളിക്കാരൻ വരുന്നില്ല. ഞാനും അവനും കൂടെ ഒരു ഓട്ടോയിലാണ് പോകേണ്ടത്. സോ പാവേൻ്റെ കുഞ്ഞിന് ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. എന്താവുമെന്നൊന്നും അറിയത്തില്ല. ഇഞ്ചക്ഷൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ മരുന്നെല്ലാം ഇന്നലെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സിറിഞ്ച്, പിന്നെ അതിൻ്റെ ഫെലൈൻ CRP എന്ന് പറയുന്ന അതിൻ്റെ മരുന്നും ഉണ്ട്, അതിൻ്റെ ഒരു പൊടി പോലെയുണ്ട്. അപ്പോൾ ഇതിന് 700 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി കുത്തുന്നതേ ഉള്ളൂ. നമ്മൾ മരുന്നെല്ലാം മേടിച്ചുകൊണ്ട് വേണം പോവാൻ. അപ്പോൾ അതിന് ഐസ് പാക്കൊക്കെ ചെയ്തിട്ടാണ് അവർ നമുക്ക് പാക്ക് ചെയ്ത് തന്നത്. ഈ നമ്മൾ ഈ CRP എന്ന് പറയുന്ന ഈ വാക്സിൻ ക്യാറ്റിന് കൊടുക്കുന്നതെന്ന് പറയുന്ന 3 ഫെലൈൻ ഡിസീസിനെതിരെ വേണ്ടിയിട്ടാണ്. ഇതൊക്കെയാണ് ആ വൈറസസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഗൂഗിൾ സെർച്ച് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്സിനേഷൻ്റെ ഫസ്റ്റ് വാക്സിൻ കൊടുക്കുന്നത്. അപ്പം ഞാനും അവനോട് ഓട്ടോയിൽ പോവാം, പക്ഷെ അവന് ഓട്ടോയിൽ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഭയങ്കര പേടിയാവുന്നല്ലോ. അപ്പോൾ മേലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കും. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ മൃഗാശുപത്രി, ഒരുപാട് ദൂരമൊന്നും പോകണ്ട. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഈ വാക്സിൻ്റെ എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിട്ട് തന്നെ ഒരു 25 റുപ്പീസ് അവിടെ പേ ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാക്സിൻ എല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ 3-ാം മാസത്തിലുള്ള ആദ്യത്തെ അവൻ്റെ ഇഞ്ചക്ഷൻ ഫെലിജൻ CRP ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇത് തന്നെ ബൂസ്റ്ററാണ്. അപ്പോൾ ഈ മരുന്ന് മേടിച്ചുകൊണ്ട് നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അവന് ഇഞ്ചക്ഷൻ ഇടണം. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവർ ബുക്കൊക്കെ തന്നിട്ടുണ്ട്. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ്. കൊച്ചു നല്ല ഗുഡ് ബോയ് ആയിരുന്നു കേട്ടോ. അവരാദ്യം പറഞ്ഞത് പൂച്ചകൾക്ക് ഇഞ്ചക്ഷനൊക്കെ വെക്കുമ്പോഴത്തേക്കാണെങ്കിൽ അവർ കടിക്കുകയൊക്കെ ചെയ്യും, ടവൽ വെച്ചിട്ട് തലയൊക്കെ മൂടണമെന്ന്. പക്ഷെ അവനൊന്നും അനങ്ങി പോലും ഇല്ല കേട്ടോ, ഒരു ബഹളം ഉണ്ടാക്കിയില്ല. ആകെ വണ്ടി പോകാൻ മാത്രമേ അവന് ബഹളമുള്ളൂ. കുഴപ്പമൊന്നുമില്ല, സുന്ദരി കുട്ടിയായിട്ട് കിടപ്പുണ്ട്. മീഷോയിലാണെങ്കിൽ നമ്മൾ കാറിൻ്റെ ക്ലീൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ടുണ്ട്. ഇത് കോംബോയാണ് കേട്ടോ. ഇത് കാറിന്റെ അകം തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് ഇപ്പോൾ ഗ്ലാസ്സിനായിട്ട് ഉപയോഗിക്കാൻ പോവാം. ഗ്ലാസ്സിന് വേണ്ടി ഇത് ചെറുത്. പിന്നെ ഇത് ബോഡിയൊക്കെ ക്ലീൻ ചെയ്യാനാണ്. അങ്ങനെ ഇതൊരു കോംബോ ആയിരുന്നു. ആമസോണിൽ വെച്ച് നോക്കുമ്പോൾ നല്ല കുറവായിരുന്നു കേട്ടോ. ഇത് നമുക്ക് ബോഡിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൈക്രോഫൈബർ തുണിയാണ് കേട്ടോ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ AC ഡെൻ്റ് ഒക്കെ ഇല്ലേ, അതിൻ്റെ തുടയ്ക്കാൻ പറ്റിയ ഒരു കുഞ്ഞുണ്ണി ബ്രഷാണ്. അങ്ങനെ മൊത്തത്തിൽ 4 സാധനങ്ങളോടെ ചേർത്താണ് കേട്ടോ ഇത് വരുന്നത്. 1 2 3 4 അങ്ങനെ ഇത്രയും സാധനങ്ങളോടെ വരുന്നത്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ ഞാൻ പറയാം കേട്ടോ. ഞാനെല്ലാം ചേട്ടനെ ചോദിച്ചിട്ട് പറയാം. ഇത്രയുള്ളൂ സംഭവം. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഒരു ക്യാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട്. നൈസ്. നമുക്ക് ചെറിയ സ്ഥലമൊക്കെ ഇങ്ങനെ തൂക്കാം. ചിങ് 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 കൊള്ളാട്ടോ. ഈ ഭാഗം നമ്മളിങ്ങനെ ഇങ്ങനെ തുറന്നിട്ട് ഇപ്പോഴാണ് നമ്മുടെ ബ്രഷ്. നൈസാണ് കേട്ടോ, നൈസ്. അതെന്തോ ഒരു പാടാണ്. സ്മൂത്ത് ലൈക്ക് ബട്ടർ, ക്രിമിനൽ അണ്ടർ കവർ. ഇതൊക്കെ കണ്ടിട്ട് സ്മൂത്ത് ലൈക്ക് ബട്ടർ പാടിയാണ് ഞാൻ മാത്രമേ കാണൂ. 4 മണിയാകുമ്പോഴത്തേക്കെന്ന് പറയുന്നത് നമ്മൾ ഉച്ചയ്ക്ക് ഇനി എന്ത് വലിയ കഴിച്ചാലും ഒരു 4 മണി വിശപ്പുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ 4 മണിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് കണ്ണൂർ സ്പെഷ്യൽ അവൽ ഇസ്തിരിയാണ് കേട്ടോ. വളരെ ഈസിയാണ്. അവലുള്ള വീട്ടിലുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ചുമന്ന അവലാട്ടോ ഉള്ളത്. അതിനകത്തോട്ട് നമ്മളൊരു 2 സ്പൂൺ പഞ്ചസാര, പിന്നെ ഇത് നമ്മുടെ ഹൽദിറാമിൻ്റെ സേവ് ആണ് കേട്ടോ, ആലു സേവ്.
അപ്പോൾ അത് അല്ലെങ്കിൽ നിങ്ങൾ മിക്സറാണെങ്കിൽ അത് ഇട്ടാലും മതി കേട്ടോ. അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാല് നേരത്തെ കാച്ചി തണുപ്പിക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ചെറിയ പഴം നുറുക്കി ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാല് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതാണ് അവിൽ ഇസ്തിരി. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് സംഭവം. പണ്ട് കോളേജിൽ പോയിട്ട് വരുമ്പോഴും ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതൊക്കെ വളരെ കുറവായിരിക്കും കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഴിക്കാനൊന്നും തോന്നത്തില്ല. പക്ഷേ കോളേജ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ആ നേരത്തെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എനിക്കങ്ങ് ദേഷ്യമൊക്കെ വരുമായിരുന്നു. അപ്പോൾ അമ്മ പറയും, അയ്യോ എന്തെങ്കിലും നമുക്ക് കൊടുക്കട്ടെ, അല്ലെങ്കിൽ എന്നെ കൂടെ പിടിച്ച് തിന്നും. അമ്മ അതിന് വിശപ്പ്. അതുകൊണ്ട് 4 മണി എന്താ പറയുക, വിശപ്പിൻ്റെ പീക്ക് ടൈമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മണിക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കി ഞാനും അമ്മയും കൂടെ കഴിച്ചു. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് ബാലുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളൊരു കേക്കൊക്കെ മേടിക്കാനാണ് പ്ലാന്. അപ്പോൾ ഞാനും കിങ്ങാമ്മൂടെ പോകാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. ഒന്ന് കുനിയങ്ങണി. കഷ്ടമാണ്. ഞാനില്ല ഇംഗ്ലീഷ് ചാപ്റ്ററിൽ അമാന്റെയാ. ഇങ്ങനെ ഒരു അമ്മയുണ്ട് അതിനകത്ത്. നമ്മൾ മണ്ണപ്പത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമുക്കാണെങ്കിൽ ഒന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറണമായിരുന്നു കേട്ടോ, അമ്മയുടെ ഒരു ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യമേ ടാബ്ലറ്റ് മേടിച്ചു. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ എന്താണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ഉള്ളൊരു അത്ഭുതത്തിൽ നിന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മണ്ണപ്പത്തിൽ വന്നപ്പോഴത്തേക്കാണെങ്കിൽ കിങ്ങാമൂൻ്റെയൊക്കെ കൂടെ ട്യൂഷന് പഠിച്ച ഒരു കൊച്ചാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവൻ നല്ല കേക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മളിന്ന് എടുത്തത് ക്യാരറ്റ് ചീസ് കേക്കാണ് കേട്ടോ. സൂപ്പർ സാധനമായിരുന്നു. ആക്ച്വലി കേക്ക് അടിപൊളിയായിരുന്നു. അവൻ്റെ സജഷൻ കലക്കി. ക്യാരറ്റ് ചീസ് കേക്കാണ് നമ്മൾ മേടിച്ചത്. മേടിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തായാലും അവിടെ വരെ പോയാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്നാക്ക് ഇല്ലെങ്കിൽ പിന്നെ പറ്റത്തില്ലല്ലേ. അപ്പോൾ അതും അവനോട് തന്നെ ചോദിച്ചു, എന്തോ കഴിക്കാൻ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഏതാണ്. അപ്പോൾ അവൻ പറഞ്ഞു മണ്ണപ്പത്തിൻ്റെ പുതിയ സ്പെഷ്യലായിട്ടുള്ള മണ്ണപ്പത്തിൻ്റെ ന്യൂട്ടെല്ല മണ്ണപ്പം എന്ന് പറഞ്ഞൊരു പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതും തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ ന്യൂട്ടെല്ല മണ്ണപ്പം. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഞാനും അവളും രണ്ടുപേരും അത് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയറിയപ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു ക്രിസ്മസ് വൈബാണ് കേട്ടോ. മൊത്തം ക്രിസ്മസ് ഡെക്കറേഷനും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരെ. ഞാൻ മോഡൽ. അങ്ങനെ നമ്മൾ ന്യൂട്ടെല്ല മണ്ണപ്പമൊക്കെ വയറ്റിലാക്കിയതിന് ശേഷം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. നല്ല സ്മൂത്തായിരുന്നു. പിന്നെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ സ്നാക്സ് ഒരു 2-3 കവറൊക്കെ മേടിച്ച് നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ വൈകിട്ട് 7:30 ആയപ്പോഴത്തേക്ക് ബാലു അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ സിന്ധു ആൻറ്റിയും വന്നു. അപ്പോൾ സിന്ധു ആൻറ്റിയുടെ വക അവനൊരു ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക്. പക്ഷെ അവന് ഷർട്ടൊക്കെ അപ്പോൾ കറുത്ത ഷർട്ടാണ് വാങ്ങിച്ചത്. അപ്പം അമ്മ ചോദിക്കും ബർത്ത്ഡേ ആയിട്ട് എന്തിനാണ് കറുത്ത ഷർട്ട്. പക്ഷേ അവന് ആ ഷർട്ടാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ആ ഷർട്ടൊക്കെ അവന് കൊടുത്തു. പിന്നെ കിങ്ങിണി ആസ് യൂഷ്വൽ ലക്കിയെ കണ്ടാൽ പിന്നെ അവളെ എടുത്തോട്ട് ഇരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ തുടങ്ങി. ചേട്ടായിക്ക് ഇപ്പോൾ ഷിഫ്റ്റിൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെട്ടാറാകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചേട്ടായിയൊക്കെ വന്ന് കേക്കൊക്കെ മുറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ബർത്ത്ഡേ ടു യു.
ബാലുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവൻ എൻ്റെ മാമൻ്റെ മോനാണ്. ആക്ച്വലി എൻ്റെ മുറച്ചെറുക്കനാണ്, കുഞ്ഞാണെന്നേ ഉള്ളൂ. എന്നെക്കെട്ട് ഇളയതാണ്. അവൻ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട് കൊട്ടാരക്കര. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൻ ഈ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നതൊക്കെ എന്തിനാണ്? ഇതൊരു അനാവശ്യമായ ഒരു കാര്യമല്ലേ? അവന് കേക്ക് മുറിക്കുന്നത്, വീഡിയോ എടുക്കുന്നതൊക്കെ ഇച്ചിരി നാണമൊക്കെ ഉള്ള കൂട്ടത്തിലാട്ടോ. പക്ഷെ നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി ആണെങ്കിൽ അവൻ്റെ ദേഹത്തല്ല, അവൻ നല്ല കുളിച്ച് സുന്ദര കുട്ടനായിട്ട് വന്നിരിക്കുമ്പോഴാണ് കേക്ക് മുഖത്തെല്ലാം വാരി വെച്ച് തേച്ച് കൊടുത്തത്. മതി അവൻ കുളിച്ചിട്ട് വന്നെയായിരുന്നു. അങ്ങനെ ഈ കേക്കോട് കൂടി നമ്മുടെ വ്ളോഗും അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വ്ളോഗായിട്ട് വരാം. അതുവരെ ബൈ ബൈ.